മനഃശാസ്ത്രത്തിൽ ബിഹേവിയർ ഈസ് ഒബ്സർവബിൾ ആൻഡ് മെഷറബിൾ എന്നൊരു തത്വമുണ്ട്. ഒബ്സർവബിൾ, ഒരാളുടെ ദേഷ്യം നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷേ ദേഷ്യം വരുമ്പോൾ ഒരാൾ കൈകൾ കൂട്ടിത്തിരുമുന്നതും ബഹളം വയ്ക്കുന്നതും നമുക്ക് കാണാമല്ലോ. അത് നമുക്ക് നിരീക്ഷിക്കാൻ കഴിയും. മെഷറബിൾ, ഒരു കുട്ടിയുടെ ഉള്ളിലെ ടെൻഷൻ നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷേ ആ ടെൻഷൻ മൂലം ക്ലാസ്സിൽ കുട്ടി എത്ര തവണ എണീറ്റ് നടന്നു എന്നത് നമുക്ക് എണ്ണാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ കുട്ടിയുടെ സ്വഭാവത്തെ തേച്ചുമിനുക്കിയെടുക്കാൻ കഴിയുന്ന രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങളെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. ഒന്ന്, റീഇൻഫോഴ്സ്മെന്റ്. രണ്ട്, പണിഷ്മെന്റ്. റീഇൻഫോഴ്സ്മെന്റ് അഥവാ പ്രോത്സാഹനം ഒരു പ്രവൃത്തി വീണ്ടും ചെയ്യാൻ കുട്ടിയെ പ്രേരിപ്പിക്കുന്നു. രണ്ട്, പണിഷ്മെന്റ് അഥവാ ശിക്ഷണം തെറ്റായ പ്രവൃത്തി ആവർത്തിക്കുന്നതിൽ നിന്നും കുട്ടിയെ തടയുന്ന ഘടകമാണ്. റീഇൻഫോഴ്സ്മെന്റുകൾ എല്ലാ വീടുകളിലും പേരൻസ് അവരറിയാതെ തന്നെ പല വിധത്തിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ഇത് ബോധപൂർവം കൃത്യമായി ഉപയോഗപ്പെടുത്തിയാൽ കുട്ടികളുടെ സ്വഭാവ രൂപവൽക്കരണത്തിന്റെ ടൂളുകളായി അവയെ നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. നന്നായി പഠിച്ചാൽ ഒരു സൈക്കിൾ വാങ്ങിത്തരാം എന്ന് കുട്ടിയോട് പറയുന്ന അപ്പൻ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന തിയറിയാണ് അവിടെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഉഴപ്പി നടന്ന് പരീക്ഷയ്ക്കെങ്ങാൻ തോറ്റ നിന്റെ സ്മാർട്ട് വാച്ച് വാങ്ങി ഞാൻ പെട്ടിക്കകത്ത് പൂട്ടിവെക്കും എന്ന് പറയുന്ന അമ്മ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആണ് അവിടെ പ്രയോഗിക്കുന്നത്. ദേ, ഈ പച്ചക്കറി കൂടി കഴിച്ചാലേ നിനക്ക് ഞാൻ ചോറുണ്ട് കഴിയും, ഐസ്ക്രീം തരൂ എന്ന് കൊച്ചു മകളോട് പറയുന്ന മുത്തശ്ശി പ്രിമാക് പ്രിൻസിപ്പിൾ ആണ് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അറിയുന്നുണ്ടോ ആവോ? സമ്മാനം കൊടുക്കലിൽ ഒരു ഫേഡിംഗ് തിയറി അഥവാ ഒരു മങ്ങൽ തത്വം വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അതായത് സമ്മാനത്തിനു വേണ്ടിയാകരുത് സമ്മാനം കൊടുക്കുന്നത്. സമ്മാനത്തിന്റെ അളവും തൂക്കവും ഓരോ തവണയും കുറച്ചു കൊണ്ടുവരണം. ഇനി വിവിധ തരം പണിഷ്മെന്റ് രീതികളെ കുറിച്ച് പറഞ്ഞു തരാം. കുട്ടി പഠിക്കാതിരിക്കുന്നു, ഇത് കണ്ട് അപ്പന് കലി കയറുന്നു, അപ്പം പിടിച്ചിട്ട് പട്ടപട്ടാ നടി കൊടുക്കുന്നു, അത് ശിക്ഷ. അതേസമയം സ്നേഹത്തിന്റെ പുറത്ത് അപ്പൻ കുഞ്ഞിനെ പിടിച്ച് ഒരു കുഞ്ഞടി കൊടുക്കുന്നു, അപ്പോൾ അവൻ തിരുത്താൻ തയ്യാറാവുന്നു, അത് ശിക്ഷണം. ശിക്ഷ നെഗറ്റീവാണ്, അതിന്റെ റിസൾട്ട് നെഗറ്റീവാണ്. ശിക്ഷണം പോസിറ്റീവാണ്. സമൂഹത്തിൽ അംഗീകാരമില്ലാത്ത കാര്യങ്ങളിലേക്ക് മക്കൾ പോകുമ്പോൾ അതിനെ തടയാൻ ശിക്ഷണം നൽകാം. പഠനത്തിനിടയിൽ തടസ്സം നേരിടുന്നത് കാണുമ്പോൾ ആ തടസ്സം നീക്കാൻ ശിക്ഷണം നൽകാം. ശിക്ഷണ രീതികൾ അനവധിയാണ്. ബഹളമുണ്ടാക്കുന്ന കുട്ടിയെ അല്പം മാറ്റിയിരുത്തുന്നു. പടച്ച് ഓടി നടക്കുന്ന കുട്ടിയെ ഒരു സ്ഥലത്ത് ബലമായി പിടിച്ചിരുത്തുന്നു. എല്ലാ ദിവസവും രാത്രി കട്ടിലിൽ മൂത്രമൊഴിക്കുന്ന കുട്ടിയെ കൊണ്ട് തന്നെ അത് തുടപ്പിക്കുന്നു. നോ പറയേണ്ടത് ആവശ്യമായ സ്ഥലത്ത് നോ പറയിപ്പിക്കുന്നു. സ്ഥിരം ബഹളം വെച്ച് ഓടി നടക്കുന്നവന്റെ സിറ്റുവേഷൻ അഥവാ സീറ്റ് മാറ്റിയിരുത്തുന്നു. ക്ലാസ്സിൽ നിരന്തരം ഉഴപ്പുന്ന കുട്ടിയെ അവിടെ നിന്നും എഴുന്നേൽപ്പിച്ച് ക്ലാസ്സിന് പുറകിൽ കൊണ്ടുപോയി നിർത്തുന്നു. മോശമായി പ്രവർത്തിക്കുന്ന കുട്ടിയെ സമാനമായ നല്ല പ്രവൃത്തികൾ കാണിച്ച് അവന്റെ മനസ്സിനെ അതിലേക്ക് ആകർഷിക്കുന്നു. തുടങ്ങിയവയൊക്കെ ശിക്ഷണത്തിന്റെ വ്യത്യസ്ത മാനങ്ങളാണ്. അപ്പോഴേ റീഇൻഫോഴ്സ്മെന്റിന്റെയും പണിഷ്മെന്റിന്റെയും സാധ്യതകളെ ബോധപൂർവം ഉപയോഗപ്പെടുത്തി നോക്കൂ. കുട്ടി പോസിറ്റീവായിട്ട് വളരട്ടെ.